ഹലോ ഡിയർ UPSC ആസ്പിരൻസ്, തക്ഷശില IAS അക്കാഡമിയുടെ മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് പ്ലേസസ് ഇൻ ന്യൂസ് എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് പ്ലേസസ് ഇൻ ന്യൂസിൽ നമ്മൾ നോക്കുന്ന ആ പ്ലേസിന്റെ പേര് ഒന്ന് നോക്കൂ. എസെക്യുബോ. പ്ലേസസ് ന്യൂസിൽ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് എസെക്യുബോ എന്ന് പറയുന്ന ഒരു റീജിയൻ ആണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ എസെക്യുബോ എന്ന് പറയുന്ന റീജിയൻ എന്തുകൊണ്ട് ഇത്തവണത്തെ എക്സാമിൽ ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്ന് ചോദിച്ചാൽ, ഈ എസെക്യുബോ നിരന്തരമായിട്ട് ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പം ന്യൂസിലെ ഒരു ന്യൂസ് ആർട്ടിക്കിളിലേക്ക് നമുക്കൊന്ന് പോകാം. ഗയാന ആൻഡ് വെനസ്വേല എഗ്രീഡ് ടു റിസോൾവ് ദെയർ സെഞ്ചുറീസ് ഓൾഡ് ബോർഡർ കോൺഫ്ലിക്റ്റ്. ഗയാന എന്ന് പറയുന്ന രാജ്യവും വെനസ്വേല എന്ന് പറയുന്ന രാജ്യവും നൂറുകണക്കിന് വർഷങ്ങളായിട്ടുള്ള അവരുടെ ബോർഡർ ഡിസ്പ്യൂട്ട് റിസോൾവ് ചെയ്തു എന്നുള്ളതാണ് ന്യൂസ്. അപ്പോൾ ആ ബോർഡർ ഡിസ്പ്യൂട്ടിന് കാരണമായ റീജിയനാണ് ഈ പറയുന്ന എസെക്യുബോ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ എക്സാമിൽ നമുക്ക് എസെക്യുബോ എന്ന് പറയുന്ന ഈ റീജിയൻ ഇമ്പോർട്ടൻ്റ് ആണ്. മാപ്പിൽ ജസ്റ്റ് ഒന്ന് നോക്കുക. ഇതാണ് വെനസ്വേല, ഇത് ഗയാന. ഗയാനയുടെ ഈ ഒരു പോർഷനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എസെക്യുബോ എന്ന് പറയുന്ന റീജിയൻ. അപ്പോൾ എസെക്യുബോ ഈസ് എ സ്പേഴ്സ്ലി പോപ്പുലേറ്റഡ് ഫോറസ്റ്റഡ് ഏരിയ കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഓവർ ഹാഫ് ഓഫ് ഗയാനാസ് ലാൻഡ്, ബട്ട് വെനസ്വേല ഹാസ് ക്ലെയിംഡ് ഇറ്റ് സിൻസ് 1800s. അപ്പോൾ 1800-കൾ മുതൽ വെനസ്വേല ക്ലെയിം ചെയ്യുന്നതും എന്നാൽ ഗയാനയുടെ ഏകദേശം പകുതിയോളം ഏരിയ ഉൾപ്പെടുന്നതുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. അതായത് മൊത്തം ഗയാന എന്ന് പറയുന്ന രാജ്യത്തിന്റെ പകുതി ഏരിയ ഈ പറയുന്ന എസെക്യുബോ എന്ന് പറയുന്ന ഒരു റീജിയനാണ്. അപ്പം അത് ഇന്റർനാഷണൽ ലെവലിൽ അടക്കം ഗയാനയുടെ പാർട്ടാണ്. ഇന്റർനാഷണൽ ജിയോ പൊളിറ്റിക്സിൽ നമ്മളെല്ലാവരും അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന ഒരു കാര്യം ഗയാനയുടെ പാർട്ടാണ്, അല്ലെങ്കിൽ ഗയാനയുടെ ഇന്റഗ്രൽ പാർട്ടാണ്. ഗയാന എന്ന് പറയുന്ന കൺട്രിയുടെ ഇന്റേണൽ പാർട്ടാണ്, അല്ലെങ്കിൽ ഇന്റഗ്രൽ പാർട്ടാണ് എസെക്യുബോ എന്നാണ്. പക്ഷെ 1800-കൾ മുതൽ തന്നെ വെനസ്വേല ഈ പറയുന്ന എസെക്യുബോ എന്ന് പറയുന്ന റീജിയൻ വെനസ്വേലയുടേതാണെന്ന് ക്ലെയിം ചെയ്യുന്നുണ്ട്. ആക്ച്വലി നമുക്കറിയാം, പണ്ട് കോളനൈസേഷൻ നടന്ന സമയത്ത്, ഈ 18-19 നൂറ്റാണ്ടുകൾ കോളനൈസേഷൻ നടന്ന സമയത്ത് ഗയാനയൊക്കെ ഡച്ച് കോളനി ആയിരുന്നു. ഈ എസെക്യുബോ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫോർമർ ഡച്ച് കോളനിയാണ്, അല്ലെങ്കിൽ ഡച്ചുകാരുടെ കൈവശം ഉണ്ടായിരുന്ന ഒരു കോളനി തന്നെയാണ്. അതിനുശേഷം ഗയാന രൂപപ്പെട്ടപ്പോൾ ഗയാനയുടെ ഇന്റഗ്രൽ പാർട്ടായിട്ട് അവര് ഇന്റർനാഷണൽ ലെവലിൽ അംഗീകാരം മേടിച്ചിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ 1800-കൾ മുതൽ തന്നെ വെനസ്വേലയും ഈ എസെക്യുബോ റീജിയന് വേണ്ടിയിട്ട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ഒരു ഇഷ്യൂ പിന്നീട് റീഇഗ്നൈറ്റ് ചെയ്തത്, അല്ലെങ്കിൽ വീണ്ടും ഇഷ്യൂ റേസ് ചെയ്ത് വന്നത് 2013-ലാണ്. അപ്പൊ അതെന്തുകൊണ്ടാണെന്ന് കൂടി ഒന്ന് നോക്കി വെക്കുക. ദ ടെൻഷൻസ് റീഇഗ്നൈറ്റഡ് ഇൻ 2013 when Guyana permitted ExxonMobil to explore offshore oil and gas reserves near Essequibo. അപ്പോൾ 2013 ഗയാന ഗവൺമെന്റ് എക്സോൺ മൊബിൽ എന്ന് പറയുന്ന ഒരു കമ്പനിക്ക് അവിടെ ഓഫ് ഷോർ ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവിന്റെ എക്സ്പ്ലോറിന് വേണ്ടിയിട്ട് ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. ഇതോടുകൂടിയാണ് വെനസ്വേല വീണ്ടും ഈ എസെക്യുബോ റീജിയൻ വെനസ്വേലയുടെ ആണെന്ന് പറഞ്ഞുള്ള ഒരു ബോർഡർ ഡിസ്പ്യൂട്ടും അല്ലെങ്കിൽ ഇഷ്യൂസ് എറൈസ് ചെയ്ത് വന്നത്. അങ്ങനെ 2013 തുടങ്ങിയ ഒരു ഇഷ്യൂ 2023 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ ആ ബോർഡർ ഇഷ്യൂ റിസോൾവ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഇഷ്യൂ ഒന്നുമില്ല. അപ്പൊ അത് ഒഫീഷ്യലി ഈ എസെക്യുബോ ഇപ്പോൾ ഗയാനയുടെ പോർഷൻ തന്നെയാണെന്നുള്ള ഒരു അംഗീകാരം വെനസ്വേലയുടെ സൈഡിൽ നിന്ന് കൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിരന്തരമായിട്ട് കറണ്ട് അഫയേഴ്സിൽ വന്ന ഒരു റീജിയൻ ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പുതിയൊരു ഓഫ് ഷോർ ഡ്രില്ലിങ് അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവ് എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയപ്പോൾ ഒരു വിഷയം ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്ച്വലി ഗയാന എന്ന് പറയുന്നത് ആക്ച്വലി ഒരു അഗ്രേറിയൻ എക്കണോമി ആയിരുന്നു. ബിഫോർ ദ മാസീവ് ഫോസിൽ ഫ്യൂവൽ ഫൈറ്റ്സ്, ഗയാന സ്മാൾ $4 billion എക്കണോമി ആയിരുന്നു, വിച്ച് ഫുള്ളി ഡിപ്പെൻഡഡ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് സം കൈൻഡ് ഓഫ് മൈനിങ്. അപ്പൊ പ്രധാനമായും അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു എക്കണോമി ആയിരുന്നു. പക്ഷെ ഈ ഒരു ഓയിൽ ആൻഡ് ഗ്യാസ് റിസർവ് കണ്ടെത്തിയതോടുകൂടി ഇവരുടെ GDP-യുടെ 50% കോൺട്രിബ്യൂഷൻ ഓയിൽ ആൻഡ് ഗ്യാസിൽ നിന്നായി. ബട്ട് ഓയിൽ ആൻഡ് ഗ്യാസ് നൗ കംപ്രൈസ് നിയർലി 50% ഓഫ് ദെയർ GDP.
അവരുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിന്റെ 50% കോൺട്രിബ്യൂഷൻ ഇപ്പോൾ വരുന്നത് ആ ഓഫ് ഷോർ ഗ്യാസ് അല്ലെങ്കിൽ ഓയിൽ റിസർവിൽ നിന്നാണ്. ആൻഡ് ഗയാന ബിക്കേം ദ വേൾഡ്സ് ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് എക്കോണമി ഇൻ 2020. 2020 ആയപ്പോഴേക്കും ലോകത്തിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് എക്കണോമി ആയിട്ട് ഗയാന മാറി. ഇപ്പോഴും അവർ അതൊരു കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അവരുടെ ജി ഡി പിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന ഗ്യാസ് റിസർവിൽ നിന്ന് അല്ലെങ്കിൽ ഓയിൽ റിസർവിൽ നിന്നാണ് ഇപ്പോൾ വരിക. അപ്പോൾ അവർ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് എക്കണോമി ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ജിയോ പൊളിറ്റിക്സിൽ ബോത്ത് എക്കണോമിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സൈഡിൽ ഒരു എക്കണോമി എമർജ് ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ് വെനസ്വേലയും ഈ പറയുന്ന ഗയാനയും തമ്മിലുണ്ടായ ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഗ്രേറിയൻ എക്കണോമിയിൽ നിന്ന് പെട്ടെന്നുള്ളൊരു ചേഞ്ച്, അവരുടെ എക്കണോമി ചേഞ്ച് ആയി അവർ ഫാസ്റ്റസ്റ്റ് ഗ്രോവിങ് എക്കണോമി ആയപ്പോൾ സ്വാഭാവികമായിട്ടും അവരുമായിട്ട് ഡിസ്പ്യൂട്ടിലിരിക്കുന്ന വെനസ്വേല ആ ഇഷ്യൂ ഒന്നുകൂടി ആളി കത്തിക്കും. അത് തന്നെയാണ് 2013 തൊട്ടുണ്ടായത്. പക്ഷെ 2023 ഈ ഒരു ഇഷ്യൂ റിസോൾവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്തവണത്തെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് ഈ ഒരു റീജിയൻ ഒന്ന് ഐഡന്റിഫൈ ചെയ്ത് വെക്കുക. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ പ്ലേസസ് ഇൻ ന്യൂസ് വെച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ UPSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് ഒന്ന് ഓർമ്മയിലേക്ക് വെക്കുക. കീപ് ഗോയിങ്. ഇൻഫർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. താങ്ക് യു. തക്ഷശില IAS അക്കാദമി. ആസ്പയർ, എൻറോൾ, അച്ചീവ്.